ആഗോള എണ്ണ വിപണിയിൽ അസാധാരണമായ ഒരു നിശബ്ദത പുലരുന്നുണ്ട് എങ്കിലും അണിയറയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ചൈനയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി പ്രതിദിനം 12.5 ദശലക്ഷം ബാരൽ നിന്നും കുത്തനെ ഇടിഞ്ഞ് 12ന്റെ സ്ഥാനത്ത് 2.5 ദശലക്ഷം ബാരലായി മാറിയത് വിപണിയിലെ സമവാക്യങ്ങളെ അപ്പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ ഒരു കുറവ് വഴി ചൈനയ്ക്ക് ഏകദേശം 60 ദശലക്ഷം ബാരലിന്റെ ലാഭം ഉണ്ടായി എങ്കിലും ഈ തന്ത്രം ദീർഘകാലത്തേക്ക് തുടരാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിലവിൽ ആഭ്യന്തര എണ്ണ ശേഖരത്തെ ആശ്രയിച്ചും റിഫൈനറി പ്രവർത്തനങ്ങൾ വെട്ടിക്കുറച്ചും പിടിച്ചു നിൽക്കുന്ന ചൈന വൈകാതെ തന്നെ ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകും എന്നത് വിപണിയിൽ വരാനിരിക്കുന്ന വലിയ വിതരണക്ഷാമത്തിന്റെ ശക്തമായ സൂചന കൂടിയാണ്. ചൈനയിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിച്ചുചാട്ടവും ആഭ്യന്തര വിമാന സർവീസിലെ മാന്ദ്യവും കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ അവരുടെ എണ്ണ ആവശ്യകതയിൽ പ്രതിദിനം 1 ദശലക്ഷം ബാരലിന്റെ കുറവുണ്ടായി എന്നതാണ് കണക്ക്. ഉയർന്ന ചരക്ക് ഇൻഷുറൻസ് ചെലവുകളും ക്രൂഡ് പ്രീമിയം റിഫൈനറികളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു എങ്കിലും ഇത് താൽക്കാലികം മാത്രമാണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. 2025 തുടക്കം മുതൽ ചൈന തങ്ങളുടെ ശേഖരം ഏകദേശം 190 ദശലക്ഷം ബാരലായി വർദ്ധിപ്പിച്ച് 1.7 ബില്യൺ ബാരൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ശേഖരങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ ആഗോള വിപണിയിൽ നിന്നും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വീണ്ടും വാങ്ങാൻ ചൈന തീരുമാനിച്ചാൽ അത് എണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴി തുറന്നേക്കാം. എന്തായാലും ഈ നീക്കം ഭൗതിക വിപണിയെ വരഞ്ഞു മുറുക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ആഗോളതലത്തിൽ ഒപെക് ഉൽപാദന വെട്ടിക്കുറച്ചതിന് പിൻവലിച്ചതിന് അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ഒപെക് ഉൽപാദന വെട്ടിക്കുറവ് പിൻവലിച്ചതിനെ തുടർന്ന് വിപണിയിലെത്തിയ അധിക ക്രൂഡ് ഓയിൽ ഭൂരിഭാഗവും ചൈനയാണ് ഏറ്റെടുത്തതെന്നത് കാര്യം ശ്രദ്ധേയമാണ്. എന്തായാലും തന്ത്രപരമായ എണ്ണ ശേഖരം കുറയ്ക്കാൻ മടിക്കുന്ന ചൈനയുടെ തീരുമാനം വരും മാസങ്ങളിൽ എണ്ണ വിപണിയിൽ കടുത്ത വിതരണ പ്രതിസന്ധിക്ക് കാരണമാകും. ഈ ചലനാത്മകതയിലെ ഏത് ചെറിയ മാറ്റവും ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഏതായാലും ചൈനയുടെ വിദേശത്തെ എണ്ണ കമ്പനികളിലേക്കുള്ള തിരിച്ചുപോക്ക് വിപണിയെ എങ്ങനെ സ്വാധീനിക്കും എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. വിതരണവും ആവശ്യകതയും തമ്മിലുള്ള സന്തുലിതാ അവസ്ഥ തകർന്നാൽ ഇന്ധനവില വർധനവ് സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കും എന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട.